ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ പറക്കാട്ട് റിസോർട്ടിലുണ്ട്. സമയം ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞിട്ട് 7 o'clock കഴിയുമ്പോഴത്തേന് പൂൾ സ്റ്റാർട്ടാവും. അവിടെ നമുക്ക് പൂളിൽ കുളിക്കുകയൊക്കെ ചെയ്യും. ഇന്നലെ ഉറങ്ങിയ തന്നെ ഒരു നേരമായിട്ടുണ്ട്. നമ്മൾ മേലയിൽ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അച്ഛനും 2 മക്കളും നല്ല ഉറക്കത്തിലാണ്. അവർ എണീറ്റിട്ടില്ല ഇത്ര നേരമായിട്ട്. ഞാൻ ഒരു ചായക്കിട്ട് കുടിച്ചു, കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് ഇരുന്നു. കാരണം നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. നോക്കി, ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. സംസാരത്തിൻ്റെ ഇടയിലാണ് അവിടെ ഒരു കുട്ടിക്കുരങ്ങനും അതിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്കിത് ഭയങ്കര ആശ്ചര്യമാണ്. അവിടെയുള്ള ആൾക്കാർക്ക് ഇത് ശീലമായിരിക്കും. ഇങ്ങനെ ഈ തേയിലത്തോട്ടം ഇങ്ങനെയുള്ളൊരു മേഖലയിലൊക്കെ കുരങ്ങന്മാരെന്തായാലും മസ്റ്റാണല്ലോ. എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഞാൻ വേഗം പിള്ളേരെ എണീപ്പിച്ച് കുരങ്ങൻ കുട്ടനെ കാണിച്ചു. അവൻ എന്ത് ക്യൂട്ടായിട്ടായിരിക്കുന്നത് നോക്കിയല്ലേ. നമുക്ക് ഗസ്റ്റായിട്ട് കുരങ്ങനുണ്ട്. നമ്മൾ ഈ ഡോറൊന്ന് അടച്ചിടണം. നമുക്ക് ആദ്യമേ തന്നെ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിലെ ഡോർ നമ്മൾ അടച്ചിടാൻ ശ്രമിക്കുക. കാരണം ഇവന്മാർ നമുക്ക് എന്ത് ചെയ്തിട്ടും നമുക്ക് ഇവന്മാരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇവന്മാർ വരണ്ടവർ വരും കേട്ടോ. അതേ കണ്ട നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞിങ്ങനെ കാശിക്കുട്ട കം വായു. അപ്പൊ കുരങ്ങൻ ചെക്കനെ കണ്ട് കുറച്ച് നേരം കളിച്ചിരുന്നു. പിള്ളേർക്ക് ഇച്ചിരി പേടി ഇച്ചിരി ഇഷ്ടം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇനി അപ്പുറത്തെ റൂമിലാണ് അവരൊക്കെ ഉള്ളത്. അവരെ വിളിച്ച് എണീപ്പിക്കുക. അവർ കീത്തോന്നെങ്കിലും എണീക്കാൻ എന്തായാലും ചാൻസ് ഇല്ല. അപ്പം സെറ്റാക്കട്ടെ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോകണം. ഇതിൻ്റെ എവിടെയായിട്ട് ഇതിൻ്റെ മേലെയല്ലേ റെസ്റ്റോറൻ്റ് ഉള്ളത്? നമ്മൾ അതിൻ്റെ മേലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർ റൂമിലേക്ക് ഒരു ഡെലിവറി ഉണ്ടായിരിക്കില്ല. ബാക്കി ടൈമൊക്കെ ഒരു സെറ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് അവിടെ തന്നെ എല്ലാ സമയം പോയിരുന്ന് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. സോ പിള്ളേരെ വേഗം ഫ്രഷ് ആക്കി നമ്മൾ വേഗം റെഡി ആയിട്ട് പോവാൻ നോക്കട്ടെ. ആദ്യം ഞാൻ അവളെ വിളിക്കട്ടെ, അവരെ വിളിച്ച് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇച്ചിരി ലേറ്റ് അവിടെ നിൽക്കുക വീഴും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മളവിടെ ചെന്നിട്ട് നമുക്കറിയില്ല കേട്ടോ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല. ഇപ്പം എല്ലാം കഴിഞ്ഞു എന്നും അറിയില്ല. ആദ്യം നമ്മൾ ചെല്ലട്ടെ. കാശി ഹായ് ഹായ്. പിള്ളേരെ 2 പേരെയും കുളിപ്പിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ആക്ച്വലി നമ്മൾ അന്നത്തെ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെന്നപ്പോൾ ലേറ്റായി. സോ ഞാൻ അന്ന് പിറ്റേ ദിവസം രാവിലത്തെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തിട്ട് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ പ്ലേറ്റ്സൊക്കെ ഒരുപാട് ലേറ്റായിട്ട് എത്തി. നമുക്ക് 7:30 തൊട്ടിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളിപ്പോൾ പോണത് ഒരു 9:30ക്കാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. നമുക്ക് പിറ്റേ ദിവസം ഉണ്ടായിരുന്നത് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. പിസ്സയായിരുന്നു ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് സാൻഡ്വിച്ച്. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുൾ അവർ 2 നേരവും ബൊഫേയിൽ അവർ ഫ്രൂട്ട്സാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഫ്രൂട്ട്സ് മാത്രമല്ല, പലതരം വെറൈറ്റീസ് ഉണ്ടായിരിക്കും. ഒരു സെക്ഷൻ ഫ്രൂട്ട്സ് ആയിരിക്കും, ഒരു സെക്ഷൻ വെജിറ്റബിൾസ് ആയിരിക്കും. അതിൻ്റെ മേലെ തന്നെ വേറെ കുറേ സാധനങ്ങൾ, സലാഡ്സ് തന്നെ പല ടൈപ്പ് സലാഡുകൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ പിക്കിൾസ്, പല സാധനങ്ങൾ. അതിൻ്റെ മേലെ കാഷ്യൂ, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഈ ഒരു സെക്ഷൻ, അതായത് ഇത് സബ്ബായിട്ട് വയ്ക്കുന്നത് ഒരു 10 തരം ചമ്മന്തി. പിന്നെ ഞാൻ ഈ ഒരു സെക്ഷൻ തുടങ്ങാം കേട്ടോ. പുട്ടാണിത്. ഇങ്ങനത്തെ ഫുഡുകളൊക്കെ അവരെപ്പോഴും ഇങ്ങനെ ഒരു ആവി കയറ്റിക്കൊണ്ടേയിരിക്കും. പുട്ടുണ്ട്. പിന്നുള്ളത് എന്താണ്, ഇതെന്തൊട്ടായിരുന്നു, കടലക്കറി. യെസ്, പുട്ടുണ്ടായിരുന്നു, കടലക്കറി. ഇങ്ങനെ ഇതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ ഫുൾ ടൈം എപ്പോൾ വന്നാലും നല്ല ചൂട്ടോടെ കഴിക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സേമിയ ഉപ്പുമാവാണ്, അതുണ്ടായിരുന്നു. നെക്സ്റ്റ് പൊട്ടാറ്റോ ഫ്രൈ. നമുക്ക് ഫസ്റ്റ് ഡേ ചെന്നപ്പോഴും ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ സോൾട്ട് കുറച്ചിട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ പാസ്ത ഉണ്ട്. നമുക്ക് എന്താ പറയുക, കൺഫ്യൂഷനാവും എന്തൊക്കെ കഴിക്കേണ്ടതെന്നുള്ളത്. പിന്നെ വെജിറ്റബിൾസ് ആണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ബ്രക്കോളി അതന്നെ, അതൊക്കെ ഇട്ടിട്ടുള്ള വെജിറ്റബിൾസ്. പിന്നെ ഇത് കള്ളപ്പം ഉണ്ടല്ലോ, കള്ളപ്പം മെയിനായിട്ട് നമ്മുടെ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ അതിന് പറ്റിയ പലതരം ചമ്മന്തികൾ അവിടെ അവൈലബിൾ ആണല്ലോ. പിന്നെ ഇത് ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ പീസ് കറി വന്നിട്ട് ഇത് ബട്ടൂരയായിരുന്നു. പിന്നെ സാമ്പാർ. എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനം അവിടുത്തെ ഉഴുന്നുവടിയായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് പഴം നെയ്യിലൊക്കെ ഇട്ട് ഏലക്കായൊക്കെ ഇട്ട് കപ്പലണ്ടിയൊക്കെ ഇട്ട് വരട്ടിയതാണ് കേട്ടോ. ഇതെന്തായിരുന്നു, ചിക്കൻ കറി ആയിരുന്നു.
നെക്സ്റ്റ് എന്താണ്, ഇതെന്തായിരുന്നു, വെള്ളയപ്പം. എല്ലാതും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് നമ്മൾ എന്തൊക്കെ കഴിക്കും അതെല്ലാം ഉണ്ട്. തൊട്ടേറ്റത്തെ സൈഡിൽ നമ്മുടെ മസാല ദോശയുടെ അവർ ലൈവായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇഡലി നല്ല പൂ പോലത്തെ ഇഡലിയും. ഞാൻ പറഞ്ഞല്ലോ വട അവരിങ്ങനെ പൊരിച്ചിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നല്ല ടേസ്റ്റിൻ്റെ കുഞ്ഞു 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 വടകളായിരുന്നു. എന്ത് രസമായിരുന്നു അറിയാമോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇന്നല്ല, എല്ലാതും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കഴിക്കും. ഈ ഒരു സൈഡിലായിട്ട് കുറേ അടിപൊളി ഡ്രിങ്ക്സൊക്കെ ഇട്ടുണ്ടായിരിക്കും. സ്ട്രോബെറിയുടെ ഉണ്ടായിരിക്കും, പിന്നെ വാട്ടർമെലൺ, ഗ്രേപ്പ്, പിന്നെ ഇപ്പുറത്ത് പാല്, പിന്നെ കോൺഫ്ലെക്സ്, അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ഈ ഒരു സൈഡിലുള്ളത്. നമ്മളപ്പോൾ പാറുട്ടന് വേണ്ടിയിട്ട് കോൺഫ്ലെക്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ തൊട്ട് ഹണി ഉണ്ട്, പഞ്ചസാരയുണ്ട്, പിന്നെ മറ്റേ ഡാൽഡ, പിന്നെ മറ്റേ ബട്ടർ, അങ്ങനെ എല്ലാം സർവ്വവക സാധനങ്ങളും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വയറുണ്ടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിറ്റേ ദിവസം നമ്മൾ ഇന്ന് ചെന്ന ദിവസത്തെ ഈ ഏകദേശം ഇത് തന്നെ പല പല സാധനങ്ങൾ വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നത്. ഞാനത് ആഡ് ചെയ്ത് എനിക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സായി പോയിരുന്നു. കാരണം എനിക്ക് ഫുഡ് എന്തായാലും കാണിച്ച് തരാം. നമ്മൾ അവിടെ വന്ന് നിന്നിട്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിക്കണ്ടേ. നമ്മളപ്പോൾ എല്ലാം അതെടുത്തായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ ദിവസം നമുക്ക് സാൻഡ്വിച്ചാണ് ഇവിടെ കാണിച്ചത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡേ നമുക്ക് അവിടെ പിസ്സയാണ് ഉണ്ടായിരുന്നത്. അയ്യോ, ഒരു മിനി പിസ്സാസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. അത് ബെന്നി തന്നെ നൈസായിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം രസമുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ കൊടുക്കാമല്ലോ. ഇവിടെ ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കമ്പൽസറി ആയിട്ട് ഇവിടെ വന്ന് കഴിക്കണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്യും, അവർ കൊണ്ട് തന്നോളൂ. പക്ഷെ ഞങ്ങൾ ഫുൾ ടൈം നമ്മൾ ഇവിടെ വന്നിരുന്ന ഭക്ഷണം കഴിച്ചത്. കാരണം നമുക്ക് അവിടെ ഇരുന്ന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ തോന്നിയില്ല. കാരണം ശരി അവിടെ വെറുതെ നശിപ്പിക്കട്ടല്ലോ എന്ന് വിചാരിച്ചു. നമുക്ക് ആ റൂംസൊന്നും അങ്ങനെ കൊളാക്കിയിടാൻ തോന്നത്തില്ല. അപ്പോൾ പാറുട്ടനും ന്യൂഡിൽസ് ഉണ്ടായിരുന്നേ. ഫസ്റ്റ് ഡേ നമുക്ക് നൂഡിൽസ്, സേമിയ ഉപ്പുമാവിന് പകരം ഒരു നൂഡിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലൂസും പാറൂസും ഒക്കെ അത് കഴിച്ചു. പിന്നെ കോൺഫ്ലെക്സ് അങ്ങനെയൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടായിരുന്നു പ്രാതൽ നമുക്ക് ഉണ്ടായിരുന്നത്. ഫുഡൊക്കെ അതിഗംഭീരമായി കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡ് നമുക്ക് എന്താ കഴിക്കേണ്ടതെന്നായിരുന്നു ഡൗട്ട്. കാരണം കേട്ടോ എല്ലാം അതും ഉണ്ട്. പിന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഫുഡ് എങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാം വെജും നോണും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ജ്യൂസും കോഫി എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് കഴിക്കാനുള്ള വയറ് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ ഒരുപാട് ഫുഡ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ നമ്മളിവിടെ ഈ കണ്ടില്ല നമ്മൾ കഴിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു സീനറി ഇങ്ങനെയാണ് കേട്ടോ. പൂളിൽ നമ്മളിപ്പോൾ കുളിക്കാൻ ഇറങ്ങിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിലല്ല, പൂളിൽ ഇപ്പം കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കയറില്ല. നമുക്ക് 2 ട്രക്കിംഗ് ഉണ്ട്. അതിന് മുമ്പ് മേക്കപ്പൊക്കെ ചെയ്തിരിക്കുക. പിന്നെ ഇവിടെ കുറച്ച് സീനറിക്ക് ഉണ്ട്, അവിടേക്ക് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. പാറുടെ അവിടെ തോന്നി കേട്ടോ. നമ്മളിപ്പോൾ പൂളിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പൂളിൻ്റെ ഈ ഒരു ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് റിസോർട്ടിൻ്റെ ഏകദേശം എല്ലാ സൈഡും കാണുന്നുണ്ടെങ്കിൽ തോന്നുന്നത്. കാരണം എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറക്കാട്ടിൻ്റെ ഈ ലൗച്ചിനൊക്കെ വെച്ചിട്ട് അവർ അടിപൊളിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ പൂളിൽ കുറച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ നോക്കി ഉണ്ടോ, കിടിലൻ വ്യൂ ആണ്. നമുക്കിത് പിള്ളേർ സെറ്റിൽ എടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം പാർക്കിൽ കളിക്കാം. പിള്ളേർ സെറ്റ് പാർക്കിൽ എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ ഇതുകൊണ്ടേ നമ്മൾ റെഡി ആയിട്ട് നമ്മുടെ പാർക്കിലേക്ക് ഒന്നിറങ്ങാന്ന് വിചാരിച്ചട്ടോ. ഇതിലെ വാ, ചേച്ചിയുടെ അടുത്ത് കൂടെ വാ. ഏയ് ഇപ്പൊക്കെ പേടിക്കണ്ട കണ്ണാ, പേടിച്ചിട്ടുണ്ട്. നിക്കട്ടെ, അടുത്താളെ നേരെ ഇരിക്കാം. നമ്മളെ ഇങ്ങനെ നേരെ
ആരെങ്കിലും കാണാതെ എങ്ങനെ എണീക്കും. നമ്മുടെ കുട്ടികൾ ഇത്രയും എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം വേറെ എവിടെയില്ല. അവർക്ക് ഈ പാർക്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാശിക്കുട്ടനാണെങ്കിൽ ഒട്ടും തന്നെ പേടില്ല, ഇതിനൊന്നും ഒരു പേടില്ല. അല്ലൂസിനും അയിനൂസിനും ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. പാറുട്ടം പണ്ട് അങ്ങനെയായിരുന്നു, ഭയങ്കര പേടി. അല്ലൂനും അയിനും പോലെയായിരുന്നു കേട്ടോ. കാശിക്ക് ഒട്ടും പേടില്ല. അപ്പം നമ്മൾ ചെറിയൊരു പാർക്കിൽ വന്നാട്ട പിള്ളേരൊക്കെ കൊണ്ട് അവർക്ക് ചെറുതോ വലുതായിക്കോട്ടെ അവർക്ക് ഭയങ്കര സന്തോഷം. ഒരേ ഒരു സാധനം ഉണ്ടായാൽ മതി, ഒഴുകുന്ന സാധനം. അത് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. ഇഴുകുന്ന സാധനം, ഒഴുകുന്ന സാധനം, ഇഴുകുന്ന സാധനം. അപ്പൊ അതിൽ വന്നിട്ട് അവിടെ ക്യൂ ഓരോരുത്തർ ഇതാക്കാൻ വേണ്ടിട്ട്. കാശിക്കാണെങ്കിൽ ഒട്ടും പേടില്ല, ഒരു സാധനത്തിന് കയറാനും പേടില്ല. അതിനൊരു നോർമൽ പേടി ഓക്കെ. പക്ഷെ അല്ലു അങ്ങനെയല്ല, അല്ലു എന്തും സൂക്ഷിച്ചും കണ്ട് മാത്രമേ ചെയ്യുള്ളൂ. അതെ, ഇവർ ചെയ്യുന്ന കാണുമ്പോൾ അവൻ ഓക്കെയാണ്. ഇവിടെ അധികം തിങ്സ് ഇല്ല, പക്ഷെ ഉള്ളതിൽ വെച്ചിട്ട് അവര് ഹാപ്പി ആയിട്ട് കളിച്ചു. അവിടെ എന്നിട്ട് തേയില, കണ്ടം തേയിലകൾ, അതാണ് തേയില. അപ്പൊ നമ്മളെ ഇവിടെ കുറച്ചു നേരം നമ്മളിപ്പോ സ്പെൻഡ് ചെയ്തു. ഇനി അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോവാൻ നമുക്ക് ഗൈസ്. പിന്നെ നമ്മൾ ഇതിൻ്റെ വേറൊരു സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ഗെയിമിങ്ങിൻ്റെ ഒരു സെക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഇത് കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് നേരം നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് അവിടെ ഇരിക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്സ് കളിക്കാനൊരു സെക്ഷൻ ഉണ്ട്. നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ കരിക്കൾ അങ്ങോട്ട് നീക്കി കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ ഇത് കളിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ഇരുന്നു. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഒരു 2 ചേട്ടന്മാരത് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പതുക്കെ കളിച്ചാണ്. ഈ ഗെയിമിൻ്റെ പേരറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തോന്നിയത്, നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊട്ട് റൂമിലിരിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. കാരണം റൂമിലിരിക്കുന്നേക്കാൾ ഉപരി ഇവിടെ തന്നെ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉണ്ട്. ഒക്കെ പോട്ടെ, ഇവിടുത്തെ ഫ്രണ്ടിലിരിക്കുമ്പോഴത്തെ ഒരു ആംബിയൻസാണ് കിഡു എന്ന് പറയണത്. ഈ ഒരു ബോൾ ഇട്ടിട്ട് ഈ ഒരു ബോൾ 2 സെക്ഷനിലാക്കിയിട്ട് തട്ടി കളിക്കണം. ഇത്തിരി ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അത് കളിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയാസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ മീനുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഈ മീനുകൾ എപ്പോഴും കൂട്ടം കൂടിയേ പോകത്തുള്ളൂ. ഇവർ സെപ്പറേറ്റ് ആയിട്ട് തിങ്ങുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം എപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോഴും ഇവിറ്റങ്ങൾ ഇങ്ങനെ ഗ്യാങ് ആയിട്ടിട്ടേ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതേ അവിടെ
റോഡൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. മൂന്നാറുള്ള ആൾക്കാർക്ക് അതിൻ്റെ മനോഹാരിത എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷെ പുറത്തുനിന്ന് വന്ന് കാണുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് കുളിർമ തരുന്ന കുറേ കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് നേരം നമ്മളവിടെ ഫോട്ടോയും റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കേണ്ട കുറേ നമുക്ക് അതിനെ പറ്റിയുള്ള ആംബിയൻസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് പിന്നെ കുറച്ച് നേരം ഒന്ന് TV ഒക്കെ വെച്ച് കിടന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. ഉച്ചയ്ക്ക് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ സൂപ്പാണെന്ന് തോന്നുന്നു കേട്ടോ, ചിക്കൻ കോൺ സൂപ്പാണെന്നാണ് തോന്നുന്നത്. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് കുറച്ച് സ്വീറ്റ്സ് കൂടുതലായിരുന്നു. സ്വീറ്റ് ടേസ്റ്റാണ് കുറച്ചുകൂടി ഉന്തി നിന്നിരുന്നത്. പക്ഷേ ഓക്കെ ആയിരുന്നു, ഇഷ്ടമായി. നമ്മൾ കഴിക്കുന്ന സ്ഥലത്തും അതും ഈ പറഞ്ഞ പോലെ ആ ഒരു സൈഡാണ്. കുറേ ഈ മഴയൊക്കെ പെയ്യുമ്പോണ്ടല്ലോ എൻ്റെ മകൾ പറയണ്ട, അടിപൊളി വൈബായിരിക്കും കേട്ടോ. നല്ല രസമാണ് മഴയൊക്കെ പെയ്യുക. പിന്നെ ഒരു കൂളിങ് എപ്പോഴും ഇങ്ങനെ നിൽക്കും. അപ്പോൾ സൂപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നമ്മൾ മട്ടൻ ബിരിയാണി അവൈലബിൾ അല്ല, ബാക്കി എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് ടൈപ്പിലുള്ളതും എങ്ങനെയുള്ള ഫുഡായാലും ഇവിടെ അവർ സെറ്റാക്കി തരും. ഞങ്ങൾ പറഞ്ഞത് ചെട്ടിനാട് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമൽ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് സാദാ ചോറും മീൻകറിയും. ഇവിടുത്തെ മീൻകറി ഒരു രക്ഷയില്ല. മീൻകറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ ഉണ്ടല്ലോ, ആ കപ്പയിൽ കൂട്ടി കഴിക്കാൻ പറ്റുന്ന മീൻകറി. കാരണം അങ്ങനെ വറ്റിച്ച് നല്ല പുളിയും അങ്ങനത്തെ മീൻകറിയായിരുന്നു. പിന്നെ നമ്മൾ എന്തോ ഒരു മീൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെട്ടിനാട് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ചെട്ടിനാട് ബിരിയാണി ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫ്രൂട്ട് സലാഡ് വിത്തൗട്ട് ഐസ്ക്രീം വിത്ത് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു. എന്നിട്ട് നമ്മൾ വേറൊരു റൂം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഇവിടുത്തെ സ്യൂട്ട് റൂമാണെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും തേയിലത്തോട്ടം ഫുള്ള് കാണാൻ പറ്റും, ഫുൾ ഗ്ലാസ്സാണ്. അടിപൊളി ബ്യൂട്ടിഫുൾ ഏരിയ ആണ് കേട്ടോ. നമുക്ക് കൊതിയാകും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പം കപ്പിൾസിനൊക്കെ ആണെങ്കിൽ അടിച്ച് പൊളിക്കാനായിട്ട് പറ്റും. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ ബാൽക്കണിലൊക്കെ കൊണ്ട് റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബെഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുത്തെ ബാത്റൂമൊക്കെ ആയാലും അടിപൊളിയാണ്. ട്രക്കിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്, ട്രക്കിങ്ങിന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ജീപ്പ് എത്തിയിട്ടില്ല, പറു ജീപ്പ് എത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവർ നമ്മളൊരു സ്പോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ സ്റ്റിക്ക് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പോലെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ക്യാമറ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ട്രക്കിങ് ഭയങ്കര ആസ്വദിക്കാൻ പറ്റില്ല, ഒന്ന് കുലുങ്ങി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ട്, ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ഈശ്വരൻ എൻ്റെ ഫോൺ താഴെ പോകുമെന്നുള്ളൊരു പേടിയിലായിരുന്നു ഞാൻ. പക്ഷേ ട്രക്കിങ് കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ദിഗിലും ഞാനാണ് അറ്റത്തെത്തത്, പിന്നെ ചേട്ടനായിരിക്കും ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാവുക. സുഖമായിരുന്നില്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ഗൈഡ് ഉണ്ടാവും, നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ റൂമുകൾ, അതായത് പാറകൾക്കുള്ളിലുള്ള റൂംസ് ഉണ്ട്. പിന്നെ ആക്ടിവിറ്റി ഏരിയ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരുപാട് ഒരു പാർക്കുണ്ട്. ഫസ്റ്റ് നമ്മൾ പോയത് ഇതിൻ്റെ ഉള്ളേരിയയിൽ കൂടെ ഒക്കെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബ്രിഡ്ജൊക്കെ പല ടൈപ്പ് ബ്രിഡ്ജുകൾ ഞാനിവിടെ കണ്ടു കേട്ടോ. അതൊക്കെ നല്ല രസത്തിൽ
ഇങ്ങനെ എൻജോയ് ചെയ്ത് സംസാരിച്ച് ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നടക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊരു റൂമായിരുന്നേ. ഇതിൻ്റെ ഉള്ളിൽ അവർ ഇവിടെ താമസിക്കും. ഇവിടെ ആൾക്കാർ വന്ന് ബുക്ക് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നല്ല സൗകര്യമുള്ള ഫുൾ പാറയാണ്, അതിൻ്റെ ഉള്ളിലാണ്. അവർ പറയുന്നത് മഴയുള്ളപ്പോൾ ഇവിടെ വരണം, സീസൺ ടൈമിൽ ഇവിടെ വരുമ്പോഴാണ് ഏറ്റവും അടിപൊളി എന്നാണ് പറഞ്ഞത്. അത്ര രസമാണെന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു തണുപ്പാണ്. പിന്നെ ഇവിടെ വാഷ് ബേസിൻ കണ്ടോ, അവിടെ വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ നോക്കിയത് ഇവിടെ നമുക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് എങ്ങനെയാണ് ഇവർ ഇത്രയും സെറ്റപ്പായിട്ട് പണിതിട്ടതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ആൾക്കാർ താമസിക്കും കൂടെ, ഇവരിത് കൊടുക്കുന്നു കൂടെ പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടോ. ഇവിടെയാണ് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂംസ് എനിക്ക് തോന്നിയത് ഇവിടെയാണ്. നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണല്ലോ. കണ്ടോ, ഇവിടെ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ 1-2 റൂമുകൾ ഈ ഒരു ഭാഗത്ത് തന്നെ അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദെൻ നമ്മൾ അടുത്ത കുറേ സ്ഥലങ്ങളിലേക്ക് ഇപ്പം അതിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷവറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്ത്. ഈ പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ നടക്കാനൊക്കെ ഉണ്ട്, ഉള്ളേരിയയിലൂടെ കുറേ നടക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. കുറച്ച് റൂംസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. കുറേ പാറകളാണ് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഫോട്ടോ ഫ്രെയിം ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ കുട്ടികളുള്ളതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ. കാരണം അവരിങ്ങനെ ഓടിച്ചാടി തിമിർത്ത് തകർത്ത് നടക്കുമായിരുന്നു. ഇവിടെ വെള്ളമുള്ള സമയത്ത് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതായത് കുറച്ച് വെള്ളങ്ങളൊക്കെ കണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളച്ചാട്ടം വരുന്ന സ്ഥലങ്ങളാണ്. അവിടെ ആ സമയമാണ് ഇവിടുത്തെ സീസൺ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരിക്കും. ഞങ്ങളപ്പോൾ കുറച്ചവിടെ നടന്നതിന് ശേഷം നമ്മൾ പാർക്കിൽ പോയിട്ട് ആ പാർക്കിൽ പിള്ളേരെ സെറ്റാക്കാൻ പോയി. അറിയാലോ, അവർ വന്നു കഴിഞ്ഞു, അവരവരുടെ സ്ഥിരം സ്ഥലത്തേക്ക് പോയി. ഇതേ കാശിക്കൂട്ടനൊക്കെ ഒഴുകി വരുന്നത് കണ്ടോ. അവനാണ് നമ്മുടെ കൂട്ടത്തിൽ ഒട്ടും പേടില്ലാത്തൊരു മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ പിള്ളേരെ കുറച്ച് നേരം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ചേട്ടന്മാരുടെ കറക്കായി. എനിക്കും ശരിക്കും പണ്ടുണ്ടെങ്കിൽ ഒഴുകാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഗൈസ്. കാലങ്ങളായി ഞാൻ അങ്ങനെ കൊഴിഞ്ഞിട്ട്. ഫോൺ മതിലേക്ക് മടക്കി വെച്ച കയ്യിലേക്ക് പിടിക്കോ. മേലെ ചാടാൻ പോണത് തുടങ്ങിയ ഇയാൾക്കല്ല വലിച്ചു കയറാനുള്ളത്. ഏട്ടാ റൈഡിൽ പോയിട്ട് വരാം. ആ വഴി വീട്ടിക്ക് പോണം. ഫോൺ ഞാൻ പോകുമ്പോൾ കറക്റ്റ് ഇത് നല്ല കിടുക്കാച്ച എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞിട്ട്. ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് അവർ ആർട്ടിഫിഷ്യൽ
സെറ്റാക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കുളിക്കേണ്ടവർക്ക് മഴയത്ത് നിന്ന് കുളിക്കാം, അങ്ങനെ ഒരു സംഭവം കൂടെ ഇതിൻ്റെ തൊട്ടടിയിലായിട്ടുണ്ട്. ഇത് നെങ്കിൽ ഞാൻ പക്ഷേ കയറിയില്ല കേട്ടോ. എന്തെങ്കിലും പറഞ്ഞത് ചേച്ചി കയറില്ല, ചേച്ചിക്ക് ചിലപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ പകുതി എത്തുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു നൂലുമ കൂടിയാണോ സൈക്കിൾ ചവിട്ടണത്, അങ്ങനെ ഒരു ഇത് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് ചേച്ചി കയറണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കയറിയില്ല. അവർ രണ്ടുപേരും കയറി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് എന്താ പറയുക, ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വലിയൊരു നെറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അതിൻ്റെ അടിയിൽ കൂടെ അവർ ചെറിയൊരു കയറും ഒരു കമ്പി ഇട്ടിട്ടുണ്ട്. ഈ കമ്പിയുടെ മേലെ കൂടെ നമ്മൾ പോകണം. ഈ വലയുടെ ഉള്ളിൽ കൂടെ ഒരു കാല് കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം ആടിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ എനിക്ക് കീത്തൊട്ടും വരത്തില്ല, കീത്തിന് ഭയങ്കര പേടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോലും എന്തോ എവിടെയോ ഒരു പേടി. പക്ഷെ എന്തിരുന്നാൽ പോലും ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അടി നോക്കിയപ്പോ ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അച്ഛനും അമ്മേൻ്റെ ഈ പിള്ളേരൊക്കെ നോക്കിയിട്ട് താഴത്തിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് അവിടെ കുത്തനെ കയറാൻ പറ്റത്തോണ്ട് അമ്മ കയറിയില്ല. പാറൂസായാലും അവിടെ ഇവിടെ കയറി ഇറങ്ങി നിൽക്കായിരുന്നു. പിന്നെ എന്നോട് നിഖില് പറഞ്ഞു, ചേച്ചി നമുക്ക് എന്തായാലും കയറിയിട്ട് ഇത് ഫിനിഷ് ചെയ്യണം. അങ്ങനത്തെ ഒരു ധൈര്യത്തിൽ ഞാൻ കീത്തുവിന് ഓരോ ആക്ഷൻസ് കാണിച്ച് പോവാണ്. കീത്തു പാവം, അവൾക്ക് പേടിയാണ്, അവൾക്ക് ഭയങ്കര പേടി. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഇങ്ങനത്തെ അതുപോലെ തന്നെയാണ് അല്ലൂസിൻ്റെ ഐഡിയോസിന് കേട്ടോ. അവർക്കായാലും ഭയങ്കര പേടിയാണ്. ഇത്രയും റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും അവർ ഏറ്റെടുക്കൂല. എനിക്ക് ധൈര്യം ചെറുതായി പറയാം. ഞങ്ങൾ മാക്സിമം അല്ല, ഞങ്ങൾ അടിച്ചു പൊളിച്ച് അവസാനത്തായ ഒരു അല്ലേ റൈഡും കൂടി ഞങ്ങൾ നിഖിലിന്റെ ഇൻസ്പിറേഷൻ കൊണ്ട് ഞാൻ വീണ്ടും പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ആസ്വദിച്ചില്ല. പിന്നെ ആസ്വദിച്ചു നല്ലോണം. ഇനിയിപ്പോ 2 പ്രാവശ്യം കയറുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയ്യോ, ഞാനപ്പോ നമ്മളുടെ ഇറങ്ങാൻ പിള്ളേരൊക്കെ ഇടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പോവല്ലേ, നമുക്ക് റിസോർട്ടിൽ എത്തിയിട്ട് കാണാം. ഇത് ഞങ്ങൾക്ക് റിസോർട്ടിൽ എത്തിയിട്ട് കാണാം. നമുക്ക് പുളിച്ചാടാൻ പോലെ അങ്ങനെ പുളിച്ചാടാൻ പോകാം. ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രക്കിൽ തന്നെ നമ്മളെ അവിടേക്ക് കൊണ്ടാക്കും. ഞങ്ങൾ അവിടെ എത്തിയ പാടത്തന്നെ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം നമ്മുടെ പൂളിക്ക് ചാടി. പക്ഷെ പൂളിന് ഭയങ്കര തണുപ്പാണ്. നമ്മൾ പിള്ളേരെ ആദ്യം കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് നന്നായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. കാശിക്കുട്ടനും അല്ലൂസൊക്കെ, അല്ലു വിറച്ച സൈഡിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലുട്ടൻ വിറയ്ക്കാനാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവരെ മാറ്റി. പിന്നെ അല്ലു ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് വീണ്ടും ചാടി. പിന്നെ ഞങ്ങൾ മാത്രമായിട്ടൊന്ന് പൂളിൽ കുറച്ച് നേരം കുളിച്ചേർത്ത് അത് നമ്മൾ അടിച്ചു പൊളിച്ച് കുളിച്ചായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 4 പേരുള്ള പൂളിൽ എത്തി. അതെ, അവിടെ ആരുമില്ല. 4 പേരുള്ള പൂള്. അപ്പൊ ഞങ്ങള് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഈ പൂളിൽ അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ മഴയത്ത് നിന്ന് കുളിച്ചിട്ടുണ്ടോ? കുളിച്ചിട്ടില്ലെങ്കിൽ ആരും കുളിക്കണ്ട. ഹായ് കിത്തു. അപ്പോൾ ഗൈസ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. നല്ല മഴയൊക്കെ കൊണ്ടു. നമ്മളിത് വന്ന് ഡ്രസ്സൊക്കെ ചെയ്ത്. പാറൂസ് എങ്ങനെ ഉണ്ടായിരുന്നു? പാറിനൊന്നും ഒട്ടും പറ്റില്ല, ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ കുറച്ച് നേരം കൂടെ നിൽക്കുകയാണെങ്കിൽ
ഓക്കെ ആണ്. പിന്നെ വന്നിട്ട് അച്ഛനും പിള്ളേരും ക്രാങ്ങളൊക്കെ കൂടെ ബാത്ത് ടബിൽ ഇരുന്നിട്ടുള്ള കുളിയായിരുന്നു. അപ്പൊ അതേ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലിപ് ബാം എടുത്ത് കോളാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പക്ഷെ ഇപ്പോഴത്തെ സമയം ക്യാമ്പ് ഫയറിനുള്ള സമയമായിരുന്നു. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് ക്യാമ്പ് ഫയർ നടക്കുന്നു തോന്നുന്നില്ല. അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിരിക്കും. ഒരുപാട് ആൾക്കാരും ഉണ്ട്, നമ്മൾ മാത്രമല്ലാണ്ട് പുറത്തുനിന്ന് കുറേ പേരും കൂടെ ആയിട്ട് ക്യാമ്പ് ഫയർ നടത്തുമ്പോൾ നല്ല അടിപൊളി ചില്ലായിരിക്കും. പക്ഷെ അറിയില്ല എങ്ങനെയാണെന്ന്. മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി വെക്കുമായിരിക്കും. വെക്കാൻ ചാൻസ് ഇല്ല ചേട്ടാ, വിറകൊക്കെ നനഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഇനി നമ്മളിത് ക്യാമ്പ് ഫയർ കാണാനാണ് പോണത്. ഭാഗ്യത്തിന് മഴ ഒന്ന് തോർന്നപ്പോൾ അവരവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ. ട്രിപ്പായിട്ട് ഒരു ബസ് നിറയെ ആൾക്കാരൊക്കെ ഇവിടെ വരും. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് 2 സെക്ഷനൊക്കെ ആയിട്ടാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്നിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്നത്. ഞങ്ങളുണ്ടല്ലോ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പൊന്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ഭയങ്കര ശരീരം വേദനയായിരുന്നു. അതെന്തുകൊണ്ടൊന്നും അറിയില്ല, ഭയങ്കര ശരീരവേദനയായിരുന്നു. നമ്മളിത് ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ നമ്മുടെ ഗ്യാങ്ങിൻ്റെ പകുതി ആൾക്കാർ കുട്ടികൾക്ക് അവിടെ ഭക്ഷണം കൊടുത്തു തുടങ്ങിയിട്ട്. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യത്തിന് എല്ലാതും ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചും കഴിക്കാം. സോ നമ്മളിതേ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇപ്പോൾ സമയം ഒരു 8:30, 9 o'clock ആവുന്നുള്ളൂ. പിന്നെ നമ്മൾ അടിയിൽ ഇപ്പോൾ ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ രാത്രിക്ക് ഭക്ഷണം ഇവിടെ ബൊഫയാണ് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ. ഫുഡ് എന്തൊക്കെയാണെന്ന് കാണാം. വൈകുന്നേരം നമ്മൾ ഇച്ചിരി കൂടെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാ തരം ഐറ്റംസും ഉണ്ട് ഇതിലിതേ. ഇത് എന്തോ കേരള പൊറോട്ട. യെസ്, കേരളത്തിലെ പൊറോട്ട. ഇത് നാൻ പൊറോട്ടയുണ്ട്, നാൻ ഉണ്ട്, ചപ്പാത്തി, റൊട്ടി, പിന്നെ ഇത് ബോയിൽഡ് റൈസ്. അതെപ്പോഴും അവരിങ്ങനെ മറ്റേ ചൂട്ടിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ രസമുണ്ട്, അതായത് നമുക്ക് ചോറ് രസവും പിന്നെ അതേപോലെ തന്നെ സൂപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് സൂപ്പല്ലേ നിങ്ങൾ? സൂപ്പ്, പിന്നെ ഗോബി മഞ്ചൂരി, പിന്നെ നമ്മുടെ പനീർ കറി ഉണ്ട്, പിന്നെ ആലു ക്യാപ്സിക്കം. ഇതിങ്ങനെയല്ല ഓപ്പൺ ചെയ്യാം. എന്താ കാണാൻ നല്ല രസമുണ്ടല്ലോ. പിന്നെ ഇത് നമ്മുടെ പരിപ്പ് കറി, അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് പപ്പടം, അതുപോലത്തെ മറ്റേ ഈ സാധനം, ഈ ഐറ്റത്തിൻ്റെ പറയണ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഐറ്റംസിക്ക് വരികയാണെങ്കിൽ പുലാവ് ഉണ്ട്, പിന്നെ നൂഡിൽസ് ഉണ്ട്. ഇതിന് ഓരോത്തിനും ഓരോ പേരുണ്ട് കേട്ടോ. പിന്നെ പാസ്ത ഉണ്ട്. പാസ്തയാണ് നമ്മുടെ പാറൂസ് എടുത്തിട്ട് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതെന്താണിത്, ചിക്കൻ കറിയുടെ എന്തോ ഒരു ഐറ്റമാണ്. പിന്നെ കേരള ഫിഷ് കറി, ചിക്കൻ കൊണ്ടാട്ടം. ഇതാണ് മെയിൻ ഫുഡിൻ്റെ ഐറ്റംസിൽ ഇവർ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. എടാ ഗൈസ്, അപ്പോൾ ഇവിടെ സാലഡ് കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് മെയിൻ ഫുഡും ഇവിടെ നമുക്ക് സൈഡിൽ ജസ്റ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതേപോലെ തന്നെ കുട്ടി സ്വീറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇവിടെ വാട്ടർമെലൺ ഉണ്ട്, പപ്പായ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മാങ്ങ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുക്കമ്പർ ഉണ്ട്, നമ്മുടെ ഒണിയൻ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, പിന്നെ തൈര് സാദം. ഇതെന്താ, ഇത് ഇഡലി ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. പിന്നെ ഇതിൽ സ്പൈസ് ഓണിയൻ, സ്വീറ്റ് ചില്ലി, പിന്നെ റഷ്യൻ സാലഡ്, ദെൻ പാസ്ത സാലഡ് ഉണ്ട്. പിന്നെ കുറേ നമ്മുടെ മറ്റേ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടല്ലോ, അച്ചാർ, പിന്നെ ഒലീവ് അല്ലേ ഇത്, പിന്നെ മുന്തിരി. ഗൈസ്, ഇത് ആക്ച്വലി ഡെസേർട്ടിൻ്റെ സെക്ഷനാണ്. നമ്മൾ വന്നപ്പോൾ ഡെസേർട്ട് കാലി. പക്ഷെ എനിക്ക് 2 കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ വൈക്കി, യെസ്, പർപ്പിൾ വെൽവെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആക്ച്വലി ഐറ്റംസ് ഒക്കെ ആദ്യത്തേക്കാണ്. ഇത് നമ്മുടെ ലസ്സി ഉണ്ടല്ലോ, അതിൽ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഇത് വന്നിട്ട് ഐസ്ക്രീം. അപ്പോൾ ഇത് കഴിയുന്നതിനനുസരിച്ചിട്ട് അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവർ സൈഡ് ഡിഷായിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിക്കിൾസും പിന്നെന്താ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്, അത് നോക്കാം.
ഞങ്ങളപ്പോൾ എല്ലാ തരത്തിൽ നിന്നും ഇത്തിരി ഫുഡ് എടുത്തിട്ട് ഞങ്ങളെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ പാസ്തയും നമ്മൾ കുറച്ചെടുത്തു. നമ്മൾ അച്ഛനും അമ്മേനെ അവരെല്ലാവരും ആദ്യമേ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കണോണ്ട് ഞാനും നിഖിലാണ് മെയിനായിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളത്. കീത്തും ഏട്ടനും എന്താ പറയുക അതിൻ്റെ ബാക്ക് എൻഡ് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഞങ്ങൾ മെയിൻ വീഡിയോ എടുക്കാൻ നിൽക്കാം. അപ്പം പാറുട്ടനെ പാസ്ത മതി എന്ന് പറഞ്ഞപ്പോൾ അവളതേ പാസ്ത കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലൊന്ന് പോയപ്പോഴും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു കാഴ്ച പോലെ എനിക്ക് തോന്നി. കാരണം എന്താ പറയുക നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ എന്താ പറയുക ഒരു 4 നിലയാണ് ഉള്ളതെന്ന് തോന്നുന്നു. 100 എത്രയോ റൂംസ് ഉണ്ട്, 150-ലേറെ റൂംസ് ഉണ്ട്. സോ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു 40 ടീമുകൾ 40 ഗ്യാങ് മറ്റേ ബാച്ചിലേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരപ്പുറത്തും ക്യാമ്പ് ഫയർ കണക്കായിരുന്നു. എല്ലാവരും ഭയങ്കര ആഘോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴായാലും അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ജ്വല്ലറി സെക്ഷൻ ശ്രദ്ധിച്ചത് കേട്ടോ. നെക്സ്റ്റ് രാവിലെ ഞാൻ ഇവിടുത്തെ ജ്വല്ലറിയിൽ കയറിയായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് എല്ലാം കാണിച്ചു തരുന്ന ഒരു ചേച്ചിയുണ്ട് കേട്ടോ. എല്ലാതും നമുക്ക് തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളാണ് ഇവിടെ ഉള്ളത്. മാല, വള, കമ്മൽ, ലോങ് ചെയിൻ, നെക്ലേസ്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ എല്ലാം. എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നുന്നത് ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളൊക്കെയാണ്. അതൊക്കെ എത്ര ഭംഗിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയാം. മാത്രമല്ല നമ്മൾ വിചാരിക്കും ഇത് സെയിലായി പോകുന്നുണ്ടോ എന്ന്. അഫ്കോഴ്സ് ഇവിടെ വരുമ്പോൾ ഒരുപാട് പേര് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ തന്നെ വേറെ ബ്രാഞ്ചും ഉണ്ട്. ഹെഡ് ഓഫീസിൽ നിന്നൊക്കെയും ഇതിന് ഒരുപാട് സെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർണമെൻറ്റ്സ് എനിക്ക് കാണിച്ചു തരണമെന്ന് തോന്നി. ഇവിടുത്തെ നല്ല പേളിൻ്റെയും സ്റ്റോൺ വർക്ക് ഉള്ളതും ആൻറ്റിക് മോഡലും എല്ലാ തരത്തിലുള്ള മാലകളും ഇവിടെ ഉണ്ട്. മാത്രമല്ല നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ചെയിനുകളുണ്ടല്ലോ, സിമ്പിൾ ഷേപ്പ്. എൻ്റെ കഴുത്തിട്ടിരിക്കുന്ന ചെയിൻ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സെക്ഷനുണ്ട്. നല്ല അസല് കൊട്ടക്കമ്മലുകളുണ്ട്, നല്ല നെക്ലേസുകളുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് എല്ലായിടത്തും കാണുന്നതിലുപരി നല്ല ഭംഗിയുള്ള കുറേ മോഡൽ സിമ്പിൾ ചെയിനുകളൊക്കെ അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ചെയിനുകൾ. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ മാലകൾ ആണുങ്ങൾക്കും ഇടാൻ പറ്റിയ. പിന്നെ കുറേ സ്റ്റഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഡെയിലി യൂസിന് പറ്റിയ ജിമിക്കീസ്, അതേപോലെ ഇത്തിരി ഞാട്ടിക്കമ്മലും കൊന്ത പോലത്തെ കുറേ മാലകൾ, മണിമാലകൾ, അതൊക്കെ ഈ ഒരു കാറ്റഗറിയിലുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട് കുറേ പേളിൻ്റെ കുറേ കളർഫുള്ളായിട്ടുള്ള കുറേ രസമുള്ള കുറേ മാലകളുണ്ട്. പിന്നെ ആനക്കുട്ടികൾ നമ്മൾ വിചാരിക്കും വെറുതെയാണ്. ഇപ്പോൾ വലിയ ആനക്കുട്ടിക്ക് കാശിയുടെ വെയിറ്റ് ഉണ്ടാവും ഗൈസ്. സീരിയസ്ലി ഞാൻ കാശീനെ പൊന്തിക്കുന്ന അത്രയും ഇതോടുകൂടി ഞാൻ വലിയ ആനക്കുട്ടീനോട് പൊന്തിച്ചത്. അതേപോലെ വളകൾ എന്താ പറയുക എല്ലാം ഡിഫറെൻറ്റ് മോഡലായിട്ടുള്ള വളകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജ്വല്ലറി സെക്ഷനിൽ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. നിങ്ങൾക്ക് അത് വെയർ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. ഓർണമെൻറ്റ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നിന്ന് മസ്റ്റായിട്ട് എന്തായാലും ബൈ ചെയ്ത് പോകും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാനപ്പോൾ എനിക്കൊരു പൂതി തോന്നിയിട്ടൊരു മാല ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടൊരു മാല ഇട്ട് നോക്കി. അതിനേക്കാൾ എനിക്ക് ലോങ് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് സാരിക്കൊക്കെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ മേടിക്കുന്ന മാലയാണ്. ഇതുപോലത്തെ ഒരു മാല എൻ്റെ കയ്യിൽ പണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിഖിലിൻ്റെ കല്യാണത്തിനൊക്കെ ആയിട്ടിരുന്ന മാലയാണ്. അപ്പോൾ അതെനിക്ക് ഓർമ്മ. എനിക്ക് ഇങ്ങനത്തെ മാലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ആയാലും ഒരുപാടുണ്ട്. പിന്നെ പേളിൻ്റെ കണ്ടോ നല്ല രസമുള്ള പേളിൻ്റെ മാല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി നമ്മുടെ ഇവിടുത്തെ മാനേജറൊക്കെ ഒന്ന് കണ്ട് ഹായ് ബൈ പറയാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് ഞാനിവിടെ തേക്കടിയിലായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ എന്ന് പറയാം. ഈ ഇന്ത്യയിൽ അതല്ല ഫുള്ള് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ വന്ന് ഇപ്പോൾ നമ്മൾ പോകാവുന്ന ഈ ടൈം വരെ മെയിൻ സപ്പോർട്ട് കിട്ടുന്നതാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു രീതിക്ക് പോലും നമുക്ക് എന്താ പറയുക മനസ്സ് വേദനിപ്പിക്കുന്ന ടൈപ്പിലുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാണ്ട് സൂപ്പറായിരുന്നു. ഭക്ഷണമായാലും ഇവിടെ പെരുമാറ്റമായാലും ഇവിടെ പെരുമാറിയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരെ കാണിച്ചത് കഴിഞ്ഞിട്ടുള്ളൂ കൂടെ നിങ്ങളുടെ അടിപൊളി സൂപ്പറാണ്. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുക എല്ലാ കാര്യങ്ങളും സർവീസ് ആയിട്ടുള്ള എല്ലാം അടിപൊളി. പിന്നെ ഞങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നുമില്ല. കാരണം നമ്മളെല്ലാം ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം മൊത്തം. മൂന്നാമത്തെ ദിവസം ഒരു ദിവസം രാത്രി തുടങ്ങി, ഒരു ദിവസം ഫുള്ളുണ്ടായിരുന്നു. മാക്സിമം അപ്പം നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതേപോലെ എന്തെങ്കിലും തീർച്ചയായിട്ടും വരിക.
ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എന്റർടൈൻ ചെയ്യാൻ മാത്രമല്ല എല്ലാവരും ഇടിച്ചുള്ള ഇതുണ്ട്. കാരണം സൈഡ് സീൻ ഇവരുടേതായിട്ടുള്ള ട്രക്കിങ് കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല ഫുഡുണ്ട്, നല്ല റെസ്റ്റോറൻ്റ് ആണ്, ആംബിയൻസ് അടിപൊളിയാണ്. പിന്നെ നല്ല സർവീസ്, ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന സാധനം ഗുഡ്, സൂപ്പറാണ്. ആളെ നിർത്തിക്കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് കിട്ടിയ സർവീസ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാത്രമല്ല പറയണം, ഫുള്ളി അല്ല എന്താ പറയുക, നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വരാം. ഞാൻ ഇവരൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ, ഞങ്ങൾ 3 പേരും ഇവിടെ നിർത്താൻ പോയത്. അല്ല, ഒരാൾ ഇന്നലെ പറഞ്ഞു അനു ബായ് പറഞ്ഞ ഷെയ്ക്കിനോട് ഷെയ്ക്കിനോട് മിഠായി തരും. കാശി ബായ് പറഞ്ഞു ഷെയ്ക്കിനോട് നമ്മള് എന്താണ് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേത്തെ ഫുഡ് കഴിച്ചു. ഇപ്പൊ ഇന്നലത്തെ രാത്രിത്തെ വരെ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കുറച്ച് നേരം പുറത്തൊക്കെ ചില്ലടിച്ചു, പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചു. സെയിം ആസ് യൂഷ്വൽ ഇന്നലത്തെ പോലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാ പ്രാവശ്യം കുറേ വെറൈറ്റി ഡിഷസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. ഞാൻ ഇന്ന് കുറേ ഡെസേർട്ടാണ് കേട്ടോ കുറേ പുതിയതായിട്ട് ട്രൈ ചെയ്തത്. അപ്പോൾ എന്താണ് നമ്മളിത് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം സമയം എത്ര മണിയായിട്ടാ? ഇപ്പൊ സമയം 3:15. മിക്കവാറും 3:30 ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണമെന്നുണ്ട്. നടക്കുമെന്നറിയില്ല. നല്ല മഴക്കാരുണ്ട്, ഇവിടെ മഴ പെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കും എന്നുള്ളതിനും നോക്കണം. നമ്മൾ മിഞ്ഞാന്ന് 6:30 ഒക്കെ ആയപ്പോൾ ഇവിടെ എത്തി. ഇന്നലെ ഫുൾ ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു, ഇന്നും അടിച്ചു പൊളിച്ചു. ഞാൻ പിന്നെ ആ വീഡിയോ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറിംഗ് ആയെന്ന് വെച്ചിട്ടാ. അപ്പോൾ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ചില്ലടിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഭയങ്കര രാത്രി തുടങ്ങാൻ രാത്രിയാണെങ്കിൽ ഒരു നല്ല ഫുഡ്, അത് കഴിഞ്ഞ് മുമ്പാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമ്പ് ഫയർ, പിന്നെ അതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇവര് തന്നെ പൂളുണ്ട്. അതെ, ട്രെക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അനുഭവം വരുന്ന കുറച്ച് സമയം അവരൊരു ചെറിയൊരു ട്രെക്കിംഗ് ഉണ്ട്. അത് നല്ല സ്പീഡിൽ അവർ അത് അമ്മാതിരി കുത്തനൊക്കെ ഏറ്റവും നല്ല സ്പീഡിൽ അവർ കൊണ്ടുപോയി നമുക്കൊരു നല്ലൊരു ഇത് തരും. പിന്നെ ഇവരേതായ ഒരു കുറച്ച് അഡ്വഞ്ചർ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇരുന്നിട്ടില്ല അല്ലേ? രാവിലെ തുടങ്ങി നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇരിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ടൈം നമുക്ക് വെറുതെ കളയാനുണ്ടായിരുന്നില്ല. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് എന്താ പറയാ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ റൂമിന്റെ ഒക്കെ ഒരു ആംബിയൻസ് കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ റൂംസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാനൊരു വേറൊരെണ്ണത്തിന്റെ ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കാം, ഷോർട്സിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൂം ഞാൻ കാണിച്ചു തന്നെ, ഭയങ്കര ലക്ഷറി റൂമാണ്. ഇപ്പം പുറത്തുള്ളൊരു വ്യൂ ആണെങ്കിലും കണ്ടോ, നമ്മുടെ ഫുൾ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളിത് പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗൈസ്, ചെറിയൊരു സങ്കടം ഇല്ല. അപ്പൊ ഗൈസ്, നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ നമ്മുടെ നല്ല കുട്ടികളാണ് കേട്ടോ. നമുക്ക് നമ്മളറിയുന്ന റിസൾട്ട് ആണല്ലോ നമ്മൾ വന്നിട്ട് അറിയുന്ന കുട്ടികളാണ്, നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. ആ കേറി വന്നിട്ട് ആ ചന്ദനം തൊട്ടത് മുതൽ ഇറങ്ങി പോകുന്നത് വരെ ഭയങ്കര സർവീസാണ്. ഇറങ്ങട്ടെ, നെക്സ്റ്റ് ടൈം എന്താ നമുക്ക് 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു 1 വീക്ക് നിന്നൊരു പ്രതീതി നമുക്ക് കിട്ടി. ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാനില്ലാണ്ട് അത്രയും എൻജോയ് ചെയ്ത 2 ദിവസങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളാണെങ്കിലും ഈ കുട്ടിയൊക്കെ നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. പാറിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാറു 2 സൈഡിൽ വെച്ചിട്ട് ക്രാബ് ഈ കുട്ടി കൊടുത്ത ക്രാബാണ്. എല്ലാ സ്റ്റാഫുകളും അത്രയും കെയറിങ് ആയിരുന്നു. സർവീസൊക്കെ പക്ക സർവീസാണ്. നമുക്ക് അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ഒപ്പം ഇനി വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അത്ര നല്ലതെന്ന് തോന്നുന്നു ഇനി വരാൻ പറ്റിക്കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ലൈഫിൽ മിസ്സാക്കാൻ പറ്റാത്ത ഒരു സംഭവം കൂടി അത്. 2 ദിവസത്തെ നീണ്ട ടെൻഷനും വിട പറയാൻ സമയമായിരിക്കും. ഒത്തിരി വിഷമം കൊണ്ട് പോവാനായിട്ട്. അതെ, കണ്ണെടുത്ത് പക്ഷെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. എന്ത് പെട്ടെന്നാണ് സമയം കഴിഞ്ഞെന്ന് പോലും ഞങ്ങൾ അറിയുന്നില്ല. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി നിൽക്കുക. ഒന്ന് കാണിച്ചെടുത്തേക്കാം മനസ്സേ, ഒന്ന് കാണിച്ചെടുത്തേ. നമുക്ക് ഇവിടെ ഇങ്ങനെ ചില്ലടിച്ചിരിക്കാനൊക്കെ തോന്നുന്നു. പോകാനായിട്ട് വിഷമിക്കും, പക്ഷെ പോയാലേ പറ്റൂ. അപ്പൊ ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഇവിടെ എന്തായാലും. അപ്പൊ ഗൈസ്, നമ്മുടെ അടുത്ത ഒരു അടിപൊളി വീഡിയോ ഓൺ ദ വേ ആണ്. അതുവരെയ്ക്കും എല്ലാവരും മിസ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും.